ഇന്ന് ജൂലൈ 1. ഈ സുപ്രഭാതത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ക്രിമിനൽ നിയമം നിലവിൽ വരികയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ചായിരിക്കും ഇനി നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെ പ്രവർത്തിക്കേണ്ടത്. ഈ വീഡിയോ മുഴുവൻ കാണുക. നിയമം ചുരുക്കത്തിൽ അറിഞ്ഞിരിക്കുക, കുറ്റം ചെയ്യാതിരിക്കുക. അറിവില്ലാതെ കുറ്റം ചെയ്താൽ പോലും അത് നിയമത്തിന്റെ പരിധിയിൽ തെറ്റായി വരും. കാരണം ഓരോ പൗരനും കർശനമായി നിയമം അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് നിഷ്കർഷിക്കുന്നത്. അങ്ങനെ അടിമത്തത്തിന്റെ 164 കൊല്ലം പഴക്കമുള്ള ഒരു മേലാപ്പ്, ആ മേലാപ്പാണ് നമ്മളിപ്പോൾ വലിച്ചെറിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1860 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് അത് ഇനി ചവറ്റുകുട്ടയിലാണ്. ഇന്നു മുതൽ IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും അഥവാ BNS, CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും അഥവാ BNSS, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവും BSA നിലവിൽ വരും. ഒറ്റനോട്ടത്തിൽ പുതിയ നിയമത്തിലെ ചില കാര്യങ്ങൾ പറയുകയാണ്. കുട്ടികളെ പീഡിപ്പിക്കുന്ന മനോരോഗികൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികളല്ല എന്ന് മനസ്സിലാക്കുക. 18 വയസ്സ് വരെ കുട്ടികൾ എന്നുള്ള ഒരു പരിഗണനയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന മനോരോഗികൾ ശ്രദ്ധിക്കുക. 16-ൽ നിന്നും 18 ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് കുട്ടികളും ശ്രദ്ധിക്കുക. അതായത് ലൈംഗിക ബന്ധം 18 കഴിഞ്ഞ ശേഷം മാത്രമേ പാടുള്ളൂ. അതുവരെ നിയമം ലൈംഗിക ബന്ധം കർശനമായും നിരോധിക്കുകയാണ്. ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ രാജ്യത്തിനെതിരെ കലാപം, വിദ്വേഷം, അപകീർത്തി എന്നിവ കമന്റായോ പോസ്റ്റായോ ചെയ്താൽ കിടക്കാം 10 കൊല്ലം ജയിലിൽ. ഇറങ്ങാൻ നേരം 5 ലക്ഷം ഫൈനും കൂടി അടച്ചിട്ട് പോന്നാൽ മതിയാകും കേട്ടോ. പാശ്ചാത്യ രാജ്യത്തും ഗൾഫ് രാജ്യത്തും ഇതൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇത് നടപ്പാക്കാൻ കുറച്ച് താമസിച്ചു. അങ്ങനെ വൈകിയതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചിലർക്ക് എന്ത് പോസ്റ്റും കമന്റും എഴുതാം എന്ന ഒരു രീതി ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. അതിനെ അറുത്ത് മാറ്റുകയാണ് പുത്തൻ നിയമം. അത് കൊള്ളാം അല്ലേ? കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വ്യക്തി എന്തും പറയാമെന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ പൊതുവേ ഉണ്ട്. അതിലൂടെ നമ്മൾ തിരിച്ചെന്തെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ഇത് സോഷ്യൽ മീഡിയയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പലർക്കും ഉള്ളത്. എന്തായാലും അത് മാറാൻ പോവുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം. അപകടമുണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ പോയാൽ ഇനി മുതൽ 500 രൂപ കൊടുത്ത് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. 10 കൊല്ലം കഠിന തടവ്. വഞ്ചനയിലൂടെയോ വിവാഹ വാഗ്ദാനത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും പണി വരുന്നുണ്ട്. സെക്ഷൻ 69 പ്രകാരം കടുത്ത ശിക്ഷ ഉറപ്പാണ്. നിലവിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുകൾ സുപ്രീം കോടതി വിധികൾ മൂലം ദുർബലമായിരുന്നു. ഇനി കളി മാറും. എന്തെങ്കിലും തരത്തിൽ പ്രലോഭനവും സമ്മാനവും ഒക്കെ കൊടുത്തി സ്ത്രീയുടെ സമ്മതം വാങ്ങുകയും പിന്നീട് അവരെ ചതിക്കുകയും ചെയ്താൽ ശിക്ഷ 10 കൊല്ലം മുതൽ ജീവപര്യന്തം വരെ. അതിനാൽ പെണ്ണിന്റെ കൺസെന്റ് ഉണ്ടായിരുന്നു എന്ന് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. 10 കൊല്ലം ജയിൽ കുറിച്ചു വെച്ചോളൂ. ആ പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അശ്രദ്ധ മൂലം ഒരാൾ മരിച്ചാൽ 7 കൊല്ലം വരെ തടവ് കിട്ടും. വാഹനാപകടത്തിലും അശ്രദ്ധമായി ഓടിച്ചു മരണമുണ്ടാക്കിയാൽ ഇനി പോലീസ് സ്റ്റേഷൻ ജാമ്യമില്ല കേട്ടോ, ജയിലിലേക്ക്. 2 കൊല്ലം എന്ന നിലവിലെ തടവ് 7 കൊല്ലം ജയിലാക്കി മാറ്റിയിട്ടുണ്ട്. ആൾക്കൂട്ട കൊലപാതകത്തിന് ജീവപര്യന്തം കർശനം ഉറപ്പും ആക്കും. പരമാവധി വധശിക്ഷയും IPC പ്രകാരം സെക്ഷൻ 302 കൊലപാതകത്തിനുള്ള ശിക്ഷയായാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ കൊലപാതകം സെക്ഷൻ 101 കീഴിൽ വരും. കൂടാതെ പുതിയ നിയമപ്രകാരം സെക്ഷൻ 302 പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂട്ടബലാത്സംഗത്തിന് ഇനി ചുരുങ്ങിയത് 20 കൊല്ലം കഠിന തടവ്, ഏറ്റവും കുറഞ്ഞത്. അതല്ല എങ്കിൽ ജീവപര്യന്തം. നിയമവിരുദ്ധമായി സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട IPCയുടെ 144 വകുപ്പില്ലേ, അതിനെ ഇനി മുതൽ സെക്ഷൻ 187 എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങളെ IPCയുടെ 121 വകുപ്പിനെ ഇനി സെക്ഷൻ 146 എന്ന് വിളിക്കും. മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 499 വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ 354 വകുപ്പിന് കീഴിലാണ്. മറ്റൊരു പ്രധാന കാര്യം പറയാം. രാജ്യദ്രോഹം എടുത്തു കളഞ്ഞു. ഇനി രാജ്യദ്രോഹം എന്ന വകുപ്പില്ല. എന്നാൽ രാജ്യദ്രോഹികൾ സന്തോഷിക്കേണ്ട, സന്തോഷിക്കാൻ വരട്ടെ. രാജ്യത്തിനെതിരായ പ്രവർത്തനം, ഭരണ രംഗത്തെ അട്ടിമറി, സായുധ കലാപം, സമരം, രാജ്യത്തിനെതിരായ ഗൂഢാലോചനകൾ ഇവയ്ക്ക് 10 കൊല്ലം വരെ അകത്ത് കിടക്കാൻ ജാമ്യം കിട്ടില്ല. പുതിയ നിയമത്തിൽ പരോൾ കൊടുക്കാതെ ശിക്ഷ വിധിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ ജഡ്ജിക്ക് 10 കൊല്ലം, 15 വർഷം ഇങ്ങനെ പരോൾ ഇല്ലാതെ ശിക്ഷ അനുഭവിക്കണം എന്ന് വിധിക്കാം. എല്ലാ കേസുകളിലും മിനിമം ശിക്ഷ ഉറപ്പാക്കും എന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം. മിനിമം പിഴ 100 രൂപയും പരമാവധി പിഴ 10 ലക്ഷവുമാക്കിയിട്ടുണ്ട്. കുറ്റാന്വേഷണവും വിചാരണയും ശിക്ഷാവിധിയും സമയപരിധിക്കുള്ളിൽ നടപ്പിലാകും എന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇരകൾക്കും സാക്ഷികൾക്കും ഒരുപോലെ നിയമത്തിൽ പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. രാജ്യത്ത് 0 FIR നിലവിൽ വരും. അതായത് നിങ്ങൾ കൊല്ലംകാരനെങ്കിൽ കണ്ണൂരിൽ വെച്ച് ഒരാൾ നിങ്ങളെ ആക്രമിച്ചു എന്നിരിക്കട്ടെ, കേസ് കൊടുക്കാൻ കണ്ണൂരിൽ പോകണ്ട. രാജ്യത്ത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ക്രൈം നടന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മദർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകാം. പോലീസ് ഇത് 0 FIR ആയി രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറണം. മറ്റൊന്ന് FIR ആണ്. പരാതിക്കാരന് സ്വയം ഓൺലൈനിൽ കയറി FIR രജിസ്റ്റർ ചെയ്യാം. ഇത് ചരിത്രം കുറിക്കും. പോലീസിന്റെ FIR ഇടുന്ന മെഷീനും അതിന്റെ പേരിൽ നടത്തുന്ന പകൽക്കൊള്ളയും കൈക്കൂലിയും പിടിച്ചുപറിയും ഒക്കെ നമുക്കറിയാം. ഇതെല്ലാം ഇനി അവസാനിക്കാൻ പോവുകയാണ്. ജൂലൈ 1-ാം തീയതി മുതൽ, അതായത് ഇന്നു മുതൽ പുതിയ നിയമം വരുന്നത് കൊണ്ട് ഇതൊക്കെ അവസാനിക്കുകയാണ്. 7 കൊല്ലം മുതൽ ശിക്ഷയുള്ള എല്ലാ കേസും ഫോറൻസിക് പരിശോധന നിർബന്ധമാണ്. ഇവിടെയും കേസ് അട്ടിമറിക്കാതെ പോലീസിന് വിലങ്ങിടുകയാണ്. പോലീസ് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ മുഴുവനും വീഡിയോയിൽ പകർത്തണം. ഇത് എഡിറ്റ് ചെയ്യാനോ പിന്നീട് മാറ്റം വരുത്താനോ പാടില്ല. ഇതോടെ പോലീസിന്റെ കേസ് ഒതുക്കി കൈക്കൂലി വാങ്ങൽ അവസാനിക്കുകയാണ്. ഇനി മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും. IPCക്ക് പകരമെത്തുന്ന ഭാരതീയ ന്യായ സംഹിത സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നു. പഴയ IPCയിൽ 511 വകുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ BNSൽ 358 വകുപ്പുകളിലേക്ക് ചുരുങ്ങി. സാമൂഹിക സേവനം എന്ന പുതിയ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ കേസുകളിൽ പ്രതികളാകുന്നവർ സാമൂഹിക സേവനം നടത്താതെ കുറ്റമുക്തി നേടില്ല. ഇന്ത്യൻ തെളിവ് നിയമത്തിൽ മുൻപ് ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടമുണ്ടായിരുന്നില്ല എങ്കിൽ പുതിയ നിയമത്തിൽ ഡിജിറ്റൽ തെളിവുകളും സ്വീകരിക്കും. വീഡിയോ, വാട്സാപ്പ്, ഫോട്ടോ, വോയിസ് സന്ദേശം എന്ന് വേണ്ട മൊബൈലും കമ്പ്യൂട്ടറുകളും അടക്കമുള്ള എല്ലാ ഡിജിറ്റൽ ഇടപെടലുകളും തെളിവായി രേഖപ്പെടുത്തും. ബലാത്സംഗം, അതിക്രമം, പിന്തുടരൽ, സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ, ഈ പ്രവൃത്തികൾ IPC ക്രിമിനൽ കുറ്റമാക്കുന്നു. BNS ഈ വ്യവസ്ഥകൾ നിലനിർത്തുന്നു. കൂട്ടബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ഇരയെ മേജറായി തരംതിരിക്കാനുള്ള പരിധി 16-ൽ നിന്ന് 18-ലേക്ക് വർദ്ധിപ്പിക്കുന്നു. രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുമ്പോൾ 8-ന്റെ പണിയാണ് രാജ്യദ്രോഹികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് 10 കൊല്ലം കഠിന തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടാകും. അതിങ്ങനെ സായുധ കലാപം അല്ലെങ്കിൽ അട്ടിമറി പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ നടത്തുക, വിഘടനവാദ പ്രവർത്തനങ്ങളുടെ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയും അഖണ്ഡതയും അപകടപ്പെടുത്തുന്നവർ, ഇത് വാക്കുകളിലൂടെയോ സോഷ്യൽ മീഡിയ പോസ്റ്റ്, കമന്റ് ഇവയിലൂടെയോ ഇലക്ട്രോണിക് ആശയവിനിമയം, അതല്ല എങ്കിൽ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗം, ഇങ്ങനെയൊക്കെ ഉൾപ്പെട്ടേക്കാം. ഇതിനെല്ലാം 10 കൊല്ലം തടവും ജാമ്യം നിഷേധിക്കുകയും പിഴയും ഉണ്ടാകും. ഇനി പുതിയ നിയമം തീവ്രവാദത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് ഒരാളെ ഭീകരനായി കണക്കാക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. പൊതുജനങ്ങളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പൊതുക്രമം തകർക്കുക, രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷ ഇതിനെയൊക്കെ ഭീഷണിപ്പെടുത്തുക, ഭീകരപ്രവർത്തനം നടത്തുന്നതിനോ ചെയ്യുന്നതിനോ ഉള്ള ശിക്ഷയിൽ ഇവ ഉൾപ്പെടുന്നു. അതായത് കാശ്മീരിൽ ബോംബ് പൊട്ടിക്കാൻ ഇനി പോകണ്ട, കണ്ണൂരിൽ വെട്ടും കുത്തും ബോംബുണ്ടാക്കുന്നതും എല്ലാം ഇനി ഭീകരവാദമാണ് എന്ന് ഓർക്കുക. ഇത്തരം കുറ്റവാളികൾക്ക് വധശിക്ഷ വാഗ്ദാനം ചെയ്യുകയാണ് പുതിയ നിയമം. അല്ലെങ്കിൽ ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇത്തരം ഭീകരപ്രവർത്തനം ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ വധശിക്ഷയോ ജീവപര്യന്തത്തിനും ഇടയിലുള്ള തടവും കുറഞ്ഞത് 5 ലക്ഷം രൂപ പിഴയും പുതിയ നിയമം ഉറപ്പാക്കുന്നു. സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ, കൊള്ളയടിക്കൽ, കരാർ കൊലപാതകം, ഭൂമി തട്ടിയെടുക്കൽ, സാമ്പത്തിക തട്ടിപ്പുകൾ, ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ പേരിൽ നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ഇത് ഉൾപ്പെടുന്നു. സംഘടിത കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ശിക്ഷാർഹമാണ്. ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകും. അതല്ല എങ്കിൽ ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും. സംഘടിത കുറ്റകൃത്യം ഒരു കുറ്റമായി ചേർത്തിരിക്കുന്നു. ഒരു ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി നടത്തുന്ന തട്ടിക്കൊണ്ടുപോകൽ, കൊള്ളയടിക്കൽ, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെടും. 5 അതിലധികമോ ആളുകൾ നിർദ്ദിഷ്ട കാരണങ്ങളാൽ കൊലപാതകം, അതല്ലെങ്കിൽ ഗുരുതരമായ മുറിവേൽപ്പിക്കൽ, ഇത് ആൾക്കൂട്ട ആക്രമണമായി കണക്കാക്കും. അത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ ജീവപര്യന്തമോ മരണമോ ആയി കുറഞ്ഞത് 7 വർഷത്തെ തടവാണ്. തോക്കുകൾ, ബോംബുകൾ അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ ഉപയോഗിച്ച് മരണം, ജീവൻ അപകടമുണ്ടാക്കുക അല്ലെങ്കിൽ ഭയം പ്രചരിപ്പിക്കുക, തോക്ക് കൈവശം വയ്ക്കുക, ബോംബ് കൈവശം വയ്ക്കുക, വസ്തുവകകൾ നശിപ്പിക്കുക, അനാവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുത്തുക, പൊതുക്രമസമാധാനം തകർക്കുക, ഈ ഉദ്ദേശം ഒരു തീവ്രവാദ പ്രവർത്തനമായി ഉൾപ്പെടുത്തുന്നതിലൂടെ നിരവധി കുറ്റകൃത്യങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളായി കണക്കാക്കും. ഇതിനും ജീവപര്യന്തം കിട്ടും. ഇതിലൂടെ മരണമുണ്ടായാൽ വധശിക്ഷ കിട്ടും. ജാതി, ഭാഷ, വ്യക്തിപരമായ വിശ്വാസം തുടങ്ങി ചില ഐഡന്റിറ്റി മാർക്കറുകളുടെ അടിസ്ഥാനത്തിൽ 5 അതിലധികമോ ആളുകളുടെ ഒരു സംഘം കൊല ചെയ്യുന്നത് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ്.
ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം കൊളോണിയൽ നിയമങ്ങൾ റദ്ദാക്കുകയും കുറ്റങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വ്യവസ്ഥകൾ യുക്തിസഹമാക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭരണകൂടത്തിനുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് BNS മുൻഗണന നൽകുന്നു. അതേസമയം കുറ്റകൃത്യങ്ങളുടെ സ്പെക്ട്രത്തിലുടനീളം പിഴകളും പരിഷ്കരിക്കുന്നു. ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം കൊളോണിയൽ നിയമങ്ങൾ റദ്ദാക്കുകയും കുറ്റങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വ്യവസ്ഥകൾ യുക്തിസഹമാക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം വരുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭരണകൂടത്തിന് എതിരായ കുറ്റകൃത്യങ്ങൾക്ക് BNS മുൻഗണന നൽകുന്നു. അതേസമയം കുറ്റകൃത്യങ്ങളുടെ സ്പെക്ട്രത്തിലുടനീളം പിഴകളും പരിഷ്കരിക്കുന്നുണ്ട്. 1860 IPCയിൽ കണ്ടെത്തിയ 511 വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളിൽ നിന്ന് കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. BNS അതിന്റെ ഉള്ളടക്കം 358 വിഭാഗങ്ങളായിട്ടാണ് ചുരുക്കിയിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സേവനം ഒരു പുതിയ ശിക്ഷയായി അവതരിപ്പിക്കുന്നു. കുറ്റസമ്മതം നടത്തുന്നവർക്ക് ശിക്ഷയിൽ കുറവും സാമൂഹിക സേവനവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പുതിയ നിയമത്തെക്കുറിച്ചുള്ള പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചുള്ള ചുരുക്കമായിട്ടുള്ള വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടാനും പാടില്ല, നമ്മൾ കാരണം ഒരു തെറ്റ് ഉണ്ടാകാനും പാടില്ല, നമ്മളൊരു കുറ്റവാളിയാകാനും പാടില്ല. ഇന്നു മുതൽ കുറ്റങ്ങളിലൊന്നും പെട്ടുപോകാത്ത ഒരു നല്ല കാലം, നല്ല പൗരന്മാരായി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.